വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ അടുത്ത നിമിഷത്തിൽ അവൾ നിലത്തേക്ക് മലർന്നു. അരികിൽ നിരത്തി വെച്ചിരിക്കുന്ന കസേരകളിൽ രണ്ടെണ്ണം ചെരിഞ്ഞു വീണു. ചിഞ്ചു. എബ്രാം അവളെ കൈകളിൽ കോരിയെടുത്തു. ചുറ്റുമുള്ളവർ ആ കാഴ്ചയോടെ തെരേസയെ മറന്നുപോയിരുന്നു. എന്താണ് സംഭവിച്ചെന്നറിയാനുള്ള വ്യഗ്രതയോടെ അവരുടെ എല്ലാം നോട്ടം ചിഞ്ചുവിനെ പൊതിഞ്ഞു. അടക്കിപ്പറച്ചിലുകൾ പിന്നീട് അവളെക്കുറിച്ചായി. പള്ളിയിൽ നിന്ന് തിരികെ വന്ന് പുറത്തെ ടാപ്പിൽ നിന്ന് കൈകാലുകൾ കഴുകിയായിരുന്ന ശരണും വസുവും കാര്യമറിഞ്ഞ് ഓടി അടുത്തു. അപ്പോഴേക്ക് എബ്രാം അവൾ അകത്തൊരു മുറിയിലേക്ക് കൊണ്ടുകിടത്തി പൾസ് ചെക്ക് ചെയ്യുകയായിരുന്നു. അയാളുടെ മുഖത്ത് ആശ്വാസം നിഴലിച്ചു. ശരൺ അടുത്തുകൊണ്ട് ഒരു സ്ത്രീയോട് അല്പം വെള്ളം ആവശ്യപ്പെട്ടു. അവർ ഫ്രിഡ്ജിൽ നിന്നൊരു ബോട്ടിലുമായി വന്നു. ശരൺ തിടുക്കത്തിൽ അത് വാങ്ങിച്ചു. ശരൺ തന്നെയാണ് ചിഞ്ചുവിന്റെ മുഖത്തേക്ക് വെള്ളം തെളിച്ച് അവൾ ഉണർത്തിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ യാത്ര ഒഴിവാക്കാന്ന്. ആയാസപ്പെട്ട് മിഴികൾ തുറക്കുന്നവളെ കണ്ട് എബ്രഹാം പറഞ്ഞു. അയാൾ ആവിധം ഭയന്നു പോയിരുന്നു. ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ചിഞ്ചു ചുറ്റിനും നോക്കി. എബ്രാമിനെ കൂടാതെ ശരണും വസുവും ഉണ്ടായിരിക്കും. തൊട്ടുപുറയിലായി സണ്ണിയും. സണ്ണിയെ ഒന്നേ നോക്കിയുള്ളൂ. അത്രമേലൊരു തളർച്ച ബാധിച്ചിരുന്നവന് ഹൃദയമൊന്ന് പിടഞ്ഞു. പിന്നെയും അവളുടെ മിഴികൾ പുറകിലേക്ക് നീങ്ങി. ഓരോ സ്ത്രീകളായി അകത്തേക്ക് തലയിട്ട് നോക്കുന്നു. അവൾക്ക് ആശ്വാസം തോന്നി. താനിപ്പോഴും പപ്പയ്ക്കരികിലാണ്. ഈ ലോകം വിട്ടുപോയിട്ടില്ല. നേരത്തെ തനിക്ക് ചുറ്റും വ്യാപിച്ചിരുന്ന ഇരുട്ടിപ്പോൾ കാണാനില്ല. എന്തുപറ്റി? പേടിച്ചോയ നീ? വസു അലിവോടെ തിരക്കുന്നുണ്ട്. ചിഞ്ചു ഒന്ന് പുഞ്ചിരിച്ചു. വയ്യെങ്കിൽ വരണ്ടായിരുന്നല്ലോ, എന്തിനായിരുന്നു വാശി? ശരൺ ചോദിച്ചു. ഒന്നുമില്ല, ഇപ്പൊ വന്നിരുന്നില്ലെങ്കിൽ ഞാനിനി എന്ന് വരാനാ? എപ്പ കാണാനായിരുന്നു? തളർന്ന സ്വരത്തിലൊരു മറുപടി. സണ്ണി പിന്തിരിഞ്ഞടന്നു. ചിഞ്ചുവിന്റെ വേദന. ആൾക്ക് വല്ലതും സംഭവിച്ചു പോകുന്നു. ഇനി അങ്ങനെയൊന്നും കൂടി കാണാനാവുന്നില്ല. അതിനുള്ള കരുത്തുമില്ല. ഇപ്പോൾ തന്നെ നിർജീവമായിരിക്കുന്നു താൻ. ഹാളിലെ മേശയിൽ മാലിയിട്ട് വെച്ചിരിക്കുന്ന തെരേസയുടെ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണിലെ അവസാന തുള്ളിയും തുടച്ചു നീക്കി സണ്ണി. ഇനി കണ്ണീര് പോലുമില്ല. അതുപോലും വറ്റിയിരിക്കുന്നു. അത്രമേൽ താൻ തളർന്ന അവശനായിരിക്കുന്നു. ശരണിനെ എബ്രാമിനും ചിഞ്ചുവിനും അരികിൽ നിർത്തി വസു സണ്ണിക്ക് പുറകെ വന്നിരുന്നു. സണ്ണിയെ തനിച്ചാക്കില്ലെന്നതുപോലെ, തളർന്നു പോകാൻ അനുവദിക്കില്ലെന്നതുപോലെ. എബ്രാമും ചിഞ്ചുവും ഉച്ചയോടെ എബ്രാമിന്റെ തറവാട്ടിലേക്ക് പോയി. ചിഞ്ചുവിന് നന്നായി ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വസുവും ശരണും അന്നേ ദിവസം അവിടെ തങ്ങി. സണ്ണി ഉടനെ ഡൽഹിയിലേക്ക് മടങ്ങുമെന്ന് തീരുമാനിച്ചിരുന്നു. ആ പോകുന്നതിന് മുന്നെയായി വരാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം ഉച്ചയോടെയാണ് ശരണും വസുവും ഇറങ്ങിയത്. ഉച്ച ക്ലാസ് കഴിഞ്ഞ് വരികയായിരുന്ന ചന്ദനക്കരികിൽ ഒരു ബുള്ളറ്റ് വന്ന് നിന്നു. തിടുക്കത്തിൽ ഓരത്തേക്ക് പതുങ്ങിയെന്ന് മുഖമുയർത്തി നോക്കിയ ചന്ദനയിൽ ഒരു പതിഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. ക്ലാസ് കഴിഞ്ഞോ? വസു നനത്തൊരു പുഞ്ചിരിയോടെ തിരക്കി. ഉവ്. പതിഞ്ഞ ശബ്ദത്തിലൊരു മറുപടി. ഒറ്റയ്ക്കേ ഉള്ളോ? വസു അടുത്തതായി ചോദിച്ചു. രാവിലെ പോകുമ്പോൾ ചൈതും ഉണ്ടാവും. അവൾക്ക് ട്യൂഷൻ 4 മണി വരെയാ. അതുകൊണ്ട് ഉച്ചക്ക് തനിച്ച. ചന്ദന പറഞ്ഞു. നട്ടുച്ച നേരമാണ്. വെയിലിന് ശക്തിയേറിയിരിക്കുന്നു. നടന്നു വരികയായിരുന്നതിനാൽ ചന്ദന നന്നേ വിയർത്തിരുന്നു. ഒരു കൊടെടുക്കായിരുന്നില്ലേ? മുഖത്തെ വിയർപ്പ് തുള്ളികൾ തൂവാല കൊണ്ട് മടുപ്പോടെ തൂത്ത് കളയുന്നവളോടായി തിരക്കി. അന്നേരവും പൊള്ളുന്ന സൂര്യരശ്മികൾ അവളുടെ മുഖത്തേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. എന്നെടുക്കാറുള്ളതാ, ഇന്ന് മറന്നുപോയി. ചന്ദന പതിഞ്ഞൊരു ചിരി നൽകി. ഞാൻ ആ വഴിക്കാ. കമ്പനിയുടെ ഒരു സൈറ്റ് വർക്ക് നടക്കുന്നുണ്ട്. ആ ചെമ്മൺപാതക്ക് ഓപ്പോസിറ്റുള്ള ഏരിയയിലാണ്. കണ്ടിരുന്നു. ഞാൻ പോട്ടെ. ഞാൻ ആ വഴിക്ക് തന്നെയാ. വസു വീണ്ടും പറയുകയുണ്ടായി. വരുന്നോ എന്നവൻ ചോദിക്കാതെ ചോദിക്കുകയാണ്. എന്തുകൊണ്ടോ പ്രതീക്ഷയോടെ തന്നിലേക്ക് നീളുന്ന മിഴികൾ അവഗണിക്കാൻ അവൾക്ക് സാധിച്ചില്ല. ആ മുഖത്തെ തെളിച്ച നഷ്ടപ്പെടുത്താൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. ഒന്നുമേതും പറയാതെ ബുള്ളറ്റിന് പുറകിലായി ഒരു വശം ചേർന്നിരുന്നു. വസുവിൻ്റെ ഉള്ളിൽ ഒരു കുളിർക്കാറ്റ് വീശി. ആ ഉച്ചവെയിലും അതവനെ അടിമുടി തണുപ്പിച്ചു. ചുണ്ടിലൊരു പതിഞ്ഞ പുഞ്ചിരി ചേക്കേറിയിരുന്നു. ചന്ദന പുറകിൽ പിടിച്ച് ശരിക്കും ഇരുന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വസു വണ്ടി മുന്നോട്ടെടുത്തു. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു യാത്ര. എത്രയോ സ്വപ്നം കണ്ടിരുന്നു, എത്രയോ ആഗ്രഹിച്ചിരുന്നു, എത്രയോ നിറവേറ്റാൻ കൊതിച്ചിരുന്നു. അന്നും ഉണ്ടായിരുന്നില്ല, അതിനുശേഷവും ഉണ്ടായിരുന്നില്ല. തൊട്ട് തഴുകിപ്പോകുന്ന കാറ്റിൽ ചന്ദന അല്പം ആശ്വാസം കണ്ടെത്തി. ഒരു പരിധിവരെ ചൂട് കുറഞ്ഞതായി തോന്നി. മറ്റൊരു ചിന്തകൾ അവൾ അലട്ടിയില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സിന്റെ താപമൊന്ന് വിട്ടൊഴിഞ്ഞതായി തോന്നി ചന്ദനയ്ക്ക്. അത്രമേലുള്ളിൽ ഒരു ശാന്തത. അത് തന്നെ സ്വസ്ഥമാക്കുന്നു. അതിന്റെ പ്രതിഫലനമെന്നോണം ചന്ദനയുടെ മുഖവും തെളിഞ്ഞു നിന്നു. എബ്രാമിന്റെ ഇളയ സഹോദര എബനസ്റ്റും കുടുംബവും സിംഗപ്പൂരിൽ നിന്ന് വന്നിരുന്നു. അമ്മച്ചിയുടെ ആണിന് പങ്കെടുക്കും വിധം എത്തിച്ചേരണമെന്ന് കരുതിയിരുന്നെങ്കിലും എബനസ്റ്റിന് സാധിച്ചിരുന്നില്ല. നാളെയാണ് എബ്രഹാമും ചിഞ്ചുവും പോകുന്നത്. അതിനു മുന്നെയെങ്കിലും എത്തിച്ചേരുമെന്ന് കരുതി ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അവർ നാട്ടിലെത്തിയത്. അവിടെ പോയാൽ ജോസിച്ചാൻ ജോലിയായിട്ട് തിരക്കിലാവും. നീ തനിച്ചുമാവും. നീ നിന്റെ ആരോഗ്യം തീരെ ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. തൽക്കാലം പപ്പ പോട്ടെ, നീ ഇവിടെ നിൽക്ക്. മുമ്പ് അങ്ങനെയായിരുന്നല്ലോ. ഒറ്റപ്പെട്ട ലൈഫ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് പപ്പ പോകുമ്പോൾ ഒന്നും നീ കൂടെ പോവാറില്ലല്ലോ. ഇവിടെയോ ചന്ദനയുടെ വീട്ടിലായിട്ട് നിൽക്കാറില്ലായിരുന്നു. അമ്മച്ചിയല്ലടി ഇല്ലാത്തുള്ളൂ. ഞങ്ങളൊക്കെ ഇല്ലേ അവിടെ? ഞങ്ങൾ അന്യരാണോ നിനക്ക്?
ഇന്നോൾ എന്തെങ്കിലും വേർതിരിവ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ? സ്റ്റെല്ലയാണ് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ എബിച്ചാനും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നിനക്ക് ഞങ്ങളോട് അകൽച്ച എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ ചിഞ്ചു? സ്റ്റെല്ലയ്ക്കൊപ്പം എബ്നസ്റ്റിന്റെ വൈഫ് നിമിഷയും ചേരുന്നുണ്ട്. ഏണസ്റ്റിന് എബ്നസ്റ്റിന് അതേ അഭിപ്രായം തന്നെയാണ്. കുട്ടികൾ ചിഞ്ചു പോകുന്നെന്ന് പറഞ്ഞ് ഇന്നലെ തൊട്ടേ പിണക്കത്തിലാണ്. ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ എബ്രാഹിമിന് ചിഞ്ചുവിന്റെ അസുഖവിവരം അവരോടെല്ലാം വെളിപ്പെടുത്തേണ്ടി വന്നു. എബ്നസ്റ്റും കുടുംബവും വന്നതിനെ തുടർന്ന് ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ വീട്ടിലൊരു പെരുന്നാളിന്റെ മേളമായിരുന്നെങ്കിലും അന്നേ ദിവസം ആ വീട് ഉറങ്ങിക്കിടന്നു. ഏറെക്കുറെ നിശബ്ദതയും ചിഞ്ചുവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുമായി നേരം വെളുപ്പിച്ചു. എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേയായി എബ്രാഹിം സണ്ണിയുടെ വീട്ടിൽ പോയി. അവിടെ വസുവും ശരണും വന്നിരുന്നു. സണ്ണി നാളെ ഡൽഹിയിലേക്ക് പോവുകയാണ്. സണ്ണിക്ക് ഇനിയും വയ്യായിരുന്നു അവിടം. അത്രമേലൊരൊറ്റപ്പെടൽ അവനെ കീഴ്പ്പെടുത്തിയിരുന്നു. കഴിഞ്ഞു പോയതിൽ ഇനി മനസ്സ് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചിഞ്ചുവിനെ പ്രതീക്ഷിച്ചിരിക്കരുത് കേട്ടോ. അവൾക്ക് നിന്നോട് ദേഷ്യമാണെന്നല്ല അതിനർത്ഥം. ഇപ്പം അവൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ അവൾ ഒന്നിനെ നിർബന്ധിക്കാനോ അവളോട് ശടിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. ഇന്നോളം ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. എല്ലാത്തിനും അവളുടേതായിട്ടൊരു സ്പേസ് നൽകിയിരുന്നു. ശരണിനെയോ സണ്ണിയെയോ അതല്ല മറ്റാരെങ്കിലോ ചൂസ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ ആ വിധമൊന്നും ചിന്തിക്കാൻ കഴിയില്ലെന്ന് അവൾ പറഞ്ഞു. സണ്ണിയായാലും ശരണായാലും അവൾക്ക് വേണ്ടി ലൈഫ് സ്പോയിൽ ചെയ്യരുത്. ഒരുപാട് ഉയർച്ചകളിൽ എത്തേണ്ടവനാണ് സണ്ണി. അതിനുള്ള കഴിവ് സണ്ണിക്കുണ്ട്. എബ്രാഹിം സണ്ണിയോട് പറയുകയാണ്. അന്നും ഇന്നും എൻ്റേതവൻ ആഗ്രഹിച്ചിട്ടില്ല. ഇടയിൽ എപ്പോഴോ നഷ്ടബോധം തോന്നിയിരുന്നു. ഇപ്പോഴും തോന്നുകയാണോ അറിയില്ല. ചിലപ്പോൾ ആയിരിക്കും. വേദനിക്കാറുണ്ട് അവളോട് ചെയ്തതിലൊക്കെ. ആ വിശുദ്ധ പ്രണയം തിരസ്കരിച്ച് എന്നും എപ്പോഴും ആഗ്രഹിച്ച് ശരണിനൊപ്പം ചേർന്ന് കാണാനാണ്. ചിഞ്ചു ശരണിനൊപ്പം ഒരു ലൈഫ് തുടങ്ങി കാണുന്നതാണ് ഒരുപാട് നാളുകളായിട്ട് എൻ്റെ സ്വപ്നങ്ങളിലുള്ളത്. അതും ഉണ്ടാവില്ല സണ്ണി. ഉള്ളിലെവിടെ എബ്രാമോദ് ആഗ്രഹിച്ചിരുന്നു. അയാൾ നോവോടെ പറഞ്ഞു. ശരണിനോട് അത് തന്നെയായിരുന്നു എബ്രാമിന് പറയാനുണ്ടായിരുന്നത്. ഇനിയും ചിഞ്ചുവിന് വേണ്ടി ആരും കാത്തിരിക്കുകയോ അവരുടെ സമയവും ജീവിതവും കളയോ വേണ്ട. ചിഞ്ചുവിൻ്റെ ഭാവി തനിക്ക് തന്നെ നിശ്ചയമില്ല. ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകും. ചിലപ്പോൾ പൂർണ്ണമായിട്ട് മാറിയേക്കാം. മറ്റ് ചിലപ്പോഴിൽ വീണ്ടും ആ ക്യാൻസർ സെൽസ് പൂർവാധികം ശക്തിയോടെ വളർച്ച പ്രാപിച്ചേക്കാം. അവൾ ഈ വിധമാണ് സന്തോഷവതിയെങ്കിൽ ഇങ്ങനെ അങ്ങ് പോട്ടെ. അല്ലെങ്കിലും വിവാഹം കുട്ടികളൊന്നുമല്ലോ ജീവിതത്തിൻ്റെ ലക്ഷ്യാവസാനം. അവിടെ മറ്റെന്തൊക്കെയുണ്ട്. ഓരോരുത്തരും അവരുടേതായ വഴികളിൽ സന്തോഷിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. എബ്രാമോ വിശ്വസിച്ചു. ശരണിന്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. ആദ്യമായി നെഞ്ചിലേറ്റിയ പെണ്ണാണ്. അന്ന് തൊട്ട് ഇന്നോളം സ്വന്തമാവില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും എന്നെങ്കിലും അങ്ങനെ ഒരു പ്രതീക്ഷ. അല്ലെങ്കിലും വെറുതെ പ്രതീക്ഷിക്കാനും മോഹിക്കാനാണ് മനുഷ്യർക്ക് എന്നും ഇഷ്ടം. തനിക്ക് സ്വന്തമാവുന്നില്ലല്ലോ എന്നതിനേക്കാൾ ചിഞ്ചുവിന്റെ പ്രണയം തീർത്തും നശിച്ചു പോയതിലായിരുന്നു ശരണിന് വിഷമം. അതെങ്ങുമെത്താതെ പോയി. വേദനയിൽ നിന്ന് എത്ര ആവർത്തി സണ്ണി പറയുന്നുണ്ടെന്നാലും ചിഞ്ചുവിന്റെ ഓർമ്മയിൽ സണ്ണി ഉരുകുകയാണ് ഓരോ നിമിഷവും. അത് തനിക്കും വസുവിനുമല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ചന്ദനയോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു നോക്ക്. ഇടയിലുള്ള ഈ അകൽച്ച പൂർണ്ണമായിട്ടും അല്ല എന്നേക്കുമായിട്ട് മാറിയേക്കാം. നിങ്ങളിനി ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുത്തേക്കരുത്. പരസ്പരം നഷ്ടപ്പെടുത്തിയേക്കരുത്. ഇറങ്ങുന്നതിന് മുന്നേയായി എബ്രാഹിം വസുവിനെ ഓർമ്മിപ്പിച്ചു. അവനൊരു പതിഞ്ഞ പുഞ്ചിരിയോടെ ആ വാക്കുകൾക്ക് സമ്മതം നൽകി. ദിവസങ്ങൾ ഓടിമറഞ്ഞു. ചൈതന്യ ഓണപരീക്ഷയുടെ ചൂടിലാണ്. ചന്ദന 6 മാസ കോച്ചിങ് പൂർത്തിയാക്കി ആദ്യത്തെ എക്സാമിനായി തയ്യാറെടുത്തു തുടങ്ങി. ഒപ്പം തന്നെ ഡിഗ്രി അവസാന വർഷത്തെ എക്സാം എഴുതുന്നതിനെ കുറിച്ചും ബോധവതിയായിരുന്നു. ഇടയിൽ 5-6 വട്ടമായി വസുവിനെ കണ്ടു. അപ്പോഴൊക്കെ പതിവ് പോലെ പതിഞ്ഞൊരു പുഞ്ചിരി കൈമാറുകയോ അല്പമാത്രം സംസാരിക്കുകയോ ചെയ്തു പോന്നു. ശരൺ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി ദുബായിലേക്ക് തിരിച്ചു പോയിരുന്നു. ശരൺ അപ്പോഴും പഴയതുപോലെ തന്നെ ഫ്രീ ആവുന്ന സമയങ്ങളിൽ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുമായിരുന്നു അവൻ. അതുകൊണ്ട് വസുവിനെ കണ്ടപ്പോഴൊക്കെ സണ്ണിയുടെ വിവരം മാത്രമേ ചന്ദനയ്ക്ക് അന്വേഷിക്കേണ്ടതായി വന്നുള്ളൂ. ചിഞ്ചു ആഴ്ചയിൽ 2-3 വട്ടമായി ചന്ദനയുടെ വീട്ടിലേക്ക് വിളിക്കും. മറ്റു ദിവസങ്ങളിൽ കോട്ടയത്തേക്കും. വസുവിനെയും ശരണിനെയും വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ പരസ്പരം വിവരങ്ങളും വിശേഷങ്ങളും പങ്കുവെച്ച് അവരാ സൗഹൃദം നിലനിർത്തിക്കൊണ്ടുപോകുന്നു. ചൈതന്യയ്ക്ക് ഇപ്പോൾ ചിഞ്ചുവിനോട് ആ പഴയ വിദ്വേഷമില്ല. വിളിച്ചാൽ ചൈതന്യയും ചിഞ്ചുവിനോട് അല്പമൊക്കെ സംസാരിക്കും. എങ്കിലും ആ പഴയ അടുപ്പവുമില്ല. സഹതാപത്തിലൂടെ അങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ചിഞ്ചുവും ശ്രമിച്ചിരുന്നില്ല. ഒന്ന് സംസാരിച്ചുവല്ലോ. ആ കഠിനമായ വിദ്വേഷം മാഞ്ഞു പോയല്ലോ. അത്രയും മതിയായിരുന്നു ചിഞ്ചുവിന്. ഇടയിൽ 2 വട്ടമായി രാധികയും വരുണും വന്നിരുന്നു ചന്ദനയെ കാണാൻ. അന്നൊക്കെ അറിയാതെങ്കിലും ചന്ദനയുടെ മിഴികളൊന്ന് വസുവിനെ ആ പരിസരത്ത് തേടിയിരുന്നു. ഇനി വരുമ്പോൾ വസു അച്ഛനും ഉണ്ടാവും കേട്ടോ. മിണ്ടാതെയും പറയാതെ നിന്നേക്കരുത്. സന്തോഷത്തോടെ ഇരുന്നോടന്ന്. 2ാം വട്ടം വന്നു പോകുമ്പോൾ രാധിക ചന്ദനയുടെ കൈകൾ കവർന്നുകൊണ്ട് പറഞ്ഞു. രാവിലെ ജോഗിങ് കഴിഞ്ഞു വന്ന് പത്രം നിവർത്തിയ വസുവിന്റെ കണ്ണുകൾ ആഹ്ലാദത്താലൊന്ന് വിടർന്നു. അമ്മേ ഇത് കണ്ടോ? ഉള്ളിലെ സന്തോഷം അടക്കവയ്യാതെ അവൻ പത്രവുമായി അകത്തേക്ക് കയറി. ഡൽഹി ഹെൽത്ത് കെയർ അവാർഡ് കേരള സ്വദേശിക്ക്. ഡൽഹി യുവ ഗൈനക്കോളജിസ്റ്റ് എഡിൻ ഫെർണാണ്ടസ് ആണ് അവാർഡിന് അർഹനായിരിക്കുന്നത്. പത്രത്തിലേക്ക് നോക്കിയത് രാധികയുടെ മിഴികളും ആഹ്ലാദ് കഴിവുള്ളവനാ, ഇനി ഉയരങ്ങളിൽ എത്തട്ടെ. രാധിക അതിയായ സന്തോഷത്തോടെ പറയുന്നുണ്ട്. വസുടനെ സണ്ണി വിളിച്ച് ആശംസകൾ അറിയിച്ചു.
ശേഷം ആ വാർത്ത ഫോണിൽ പകർത്തിയെടുത്ത് ചിഞ്ചുവിനും ശരണിനും വാട്സാപ്പ് ചെയ്തു. പരാജയപ്പെട്ടിട്ടില്ല, വിജയത്തിന്റെ പടികളിൽ ഏറുകയാണ്. വസു നിറഞ്ഞ മനസ്സോടെ സണ്ണിയെ ഓർക്കുകയുണ്ടായി. അന്നേ ദിവസം ഒരുപാട് സന്തോഷത്തോടെയാണ് വസു തന്റെ ഓരോ കാര്യങ്ങളിലും ഏർപ്പെട്ടത്. ജനൽ കമ്പികളിലൊന്നിൽ പിടുത്തമിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ചന്ദന. അരികിലായി ആ ജനൽപ്പടിയിൽ ചാരി കൈകൾ പിണച്ചു കെട്ടി വസു. ചന്ദനയുടെ ഉള്ളിൽ ഒരു തണുപ്പാണ്, ഒരിളം തണുപ്പ്. വസുവിന്റെ മിഴികൾ അത്രയും ചന്ദനയിലായിരുന്നു. തനിക്ക് മുഖം നൽകാതെ മറ്റെങ്ങോ നോക്കി നിൽപ്പാണ്. ആ മിഴികളിൽ ഇപ്പോൾ എന്തായിരിക്കും? മനസ്സാലയായിരിക്കില്ലേ സമ്മതം മൂളിയത്, അതോ സമ്മർദ്ദം മൂലമോ? വസുവിൽ അപ്പോഴും ചെറുതായി ആശങ്ക നിലനിന്നിരുന്നു. ചന്ദന, പതിഞ്ഞൊരു വിളി, അത്രയേറെ സ്നേഹം നിറഞ്ഞൊരു വിളി. ചന്ദനയുടെ ഉള്ളിൽ വീണ്ടും ഒരു തണുപ്പ് ഇരച്ചു കയറി. അരമണിക്കൂറുകളായിട്ടോ ഈ നിൽപ്പുടങ്ങിയിട്ട്, എന്തോന്നും സംസാരിക്കാത്ത? വസു ചോദിക്കുന്നുണ്ട്. ചന്ദന പതിയെ ചെരിഞ്ഞ വസുവിലേക്ക് മിഴികൾ നീട്ടി. വർഷങ്ങൾക്കിപ്പുറവും ആ കണ്ണുകളിലെ പ്രണയസാഗരത്തിന് അല്പം പോലും വ്യതിയാനമില്ലെന്നത് അവൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. അത് പഴയതിലും ഇരട്ടിയായി ശാന്തമായ തിരമാല കണക്കെ അറ്റമില്ലാതെ പരന്നു കിടക്കുന്നു. ചന്ദന, വീണ്ടും ഒരു വിളി. തിടുക്കത്തിൽ മിഴികൾ പിൻവലിച്ചു അവൾ. അത്രയും നേരം താൻ ആ മിഴികളിലേക്ക് ആഴ്ന്നിറങ്ങിയായിരുന്നെന്ന് അല്പം ഒരു ജാള്യതയോടെ അവൾ ഓർത്തെടുത്തു. വരില്ലേ എൻ്റെ ഒപ്പം? ജനൽ കമ്പിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ചന്ദനയുടെ ഇടം കൈക്ക് മുകളിൽ വസുവിന്റെ വലം കൈ ചേർന്നു. ചന്ദനയുടെ കണ്ണുകൾ പിടച്ചു, ഉടലൊന്നു വിറച്ചു. നെഞ്ചിലൊരു വിങ്ങൽ, അത്രമേൽ വലുതായൊരു വിങ്ങൽ. അന്നും വന്നിരുന്നു ഇതുപോലെ, കൂടെ ചെല്ലാൻ വിളിച്ചിരുന്നു, യാചിച്ചിരുന്നു തന്നോട്. അന്ന് താൻ ഒപ്പം പോയിരുന്നെങ്കിൽ ഇന്ന് ഇത്രമേലാരും വേദനിക്കുകയില്ലായിരുന്നു. തെറ്റെന്റെയും തന്റെ ഭാഗത്തുമായിരുന്നു തോന്നി ചന്ദനയ്ക്ക് ആ നിമിഷത്തിൽ. തൊണ്ടക്കുഴിയോളം വന്നു നിന്നൊരു ഗദ്ഗതം. കറിയാണോ? അരുത്. ഇരു ചുമലുകളിലും കൈ ചേർത്ത് വസവളെ തനിക്ക് അഭിമുഖമായി നിർത്തി. പെരുവിരൽ വെച്ച് അവളുടെ കണ്ണീരിറങ്ങിയ കവിൾ തടങ്ങൾ തുടച്ചു നൽകി. മനസ്സിന് അത്രയേറെ സമ്മതമാണെങ്കിൽ മാത്രം മതി. ആരുടെയും അഭിപ്രായത്തിനോ നിർബന്ധത്തിനോ വഴങ്ങേണ്ടതില്ല. ഇനിയും ചന്ദന അങ്ങനെയൊന്നും ആവർത്തിക്കേണ്ടതില്ല. സ്വരത്തിൽ അലിവും കരുതലും ആവോളം നിറഞ്ഞിരുന്നു. അതിനു മുന്നിൽ ഹൃദയം വീണ്ടും തണുത്തുപോയി. ആ നിമിഷത്തിൽ അരികിൽ നിൽക്കുന്നവന്റെ നെഞ്ചോടൊന്ന് ചേരണമെന്നും ആ സ്നേഹച്ചൂട് ഏറ്റുവാങ്ങണമെന്നുമല്ലാതെ മറ്റൊന്നുമേ തോന്നിയില്ല ചന്ദനയ്ക്ക്. മറ്റൊന്നും അവൾ അലട്ടിയില്ല. ചിന്തകളുടെ വേലിയേറ്റം എങ്ങോ പോയി മറിഞ്ഞിരുന്നു. വസുവിൽ അവശേഷിച്ചിരുന്ന അവസാന ആശങ്കയും മാഞ്ഞുപോയി. ഹൃദയം അത്രമേൽ ആർദ്രമായി. അവിടെ സ്നേഹം നിറയുന്നു, പ്രണയം തുളുമ്പുന്നു. ചുണ്ടിലൊരു നനുത്ത പുഞ്ചിരി വിടർന്നു. ഇടതുകരം അവളെ ചേർത്ത് പിടിക്കുകയും വലതുകരം അവളുടെ മുടികളെ തലോടുകയും ചെയ്തു. ചന്ദനെ അന്ന് തന്നെ കൂടെ കൂട്ടണമെന്നായിരുന്നു രാധികയ്ക്ക്. എന്നാൽ വിശ്വനാഥനും തിലകരാമനും മറ്റൊരു അഭിപ്രായം പങ്കുവച്ചു. ചെറുതായെങ്കിലും ഒരു താലികെട്ട്. വസു അതിനോട് യോജിച്ചു. വസുവിന്റെ സ്വപ്നമായിരുന്നത്. ചന്ദനയ്ക്ക് ഏറെ പ്രിയപ്പെട്ട അവളുടെ ഭഗവതി ക്ഷേത്രത്തിൽ ദേവിയെ സാക്ഷി നിർത്തിയ ഒരു താലികെട്ട്. ആ ഓർമ്മയിൽ തന്നെ വസുവിന്റെ ഹൃദയം തരളിതമായി. കാർമേഘം മാഞ്ഞുപോയി, വാനം തെളിഞ്ഞിരിക്കുന്നു. പ്രസന്നമായിരിക്കുന്ന വസുവിന്റെ മുഖം കാണുകെ വിശ്വനാഥനും രാധികയും വരുണും ഏറെ സന്തോഷിച്ചു. അച്ഛനും ശരത്തിനുമൊപ്പം ശരൺ പൂർണ്ണമായും ബിസിനസ് കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. തിരക്കിലാണ് അവനിപ്പോൾ. ചന്ദനയുടെ വീട്ടിൽ നിന്ന് ശരണിന് വീഡിയോ കോൾ ചെയ്തിരുന്നുവെങ്കിലും ശരൺ അപ്പോൾ ലൈനിലുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ രാധികയും വസുവും ശരണിന് മെസ്സേജ് അയച്ചു വിട്ടു. സണ്ണിക്കും ചിഞ്ചിനും ടെക്സ്റ്റ് ചെയ്യാൻ മറന്നില്ല വസു. വൈകുന്നേരത്തോടെ ശരൺ ലൈനിൽ വന്നു. രാധികയാണ് ശരണിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഉടനെ വസുവിനെ കൈമാറുകയും ചെയ്തു. ശരൺ ഒരു കൊടുമുടിയിലായിരുന്നു, ആനന്ദത്തിന്റെ കൊടുമുടിയിൽ. ഉടനെ നാട്ടിലെത്തണമെന്നും വസുവിനെ ഒന്ന് ആലിംഗനം ചെയ്യണമെന്നും തോന്നി ശരണിന്. അവന്റെ അത്രമേലൊരു സ്വപ്നമായിരുന്നത് വസുവും ചന്ദനയും ഒന്നു ചേരുന്നു. രാത്രിയിൽ വസുവിനെ അത്താഴത്തിന് താഴേക്ക് കാണാഞ്ഞ് രാധിക മുകളിലേക്ക് കയറി ചെന്നു. വസു അപ്പോൾ സാന്ദ്രയുടെ മുറിയിലായിരുന്നു. എന്താടാ? സാന്ദ്രയുടെ ഫോട്ടോയിൽ ശിരസ് ചേർത്തിൽക്കുന്ന വസുവിന്റെ ചുമലിൽ നിന്ന് തൊട്ട് രാധിക. വസു മുഖമുയർത്തി. അവന്റെ കണ്ണുകൾ നനവാർന്നിരുന്നു. എന്തു പറ്റിയടാ? കരയാണോ നീ? രാധിക വേവലാതി പൂണ്ടു. ഒന്നുമില്ല അമ്മേ. സാന്ദ്രയെ ഓർത്തപ്പോ ഞാൻ കാരണമാണ് അമ്മ. എന്നെ ശപിച്ചു കളയാവള്. ചന്ദനയോട് വെറുപ്പായിരിക്കുമോ? വസു വേദനയോട് ചോദിക്കുന്നുണ്ട്. നീ എന്ത് ചെയ്തിട്ടാടാ? നീയല്ല, ഞങ്ങളൊക്കെയാ തെറ്റുകാര്. അത് പക്ഷേ സാന്ദ്രയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നില്ല. അത് ഈശ്വരന്റെ കയ്യിൽ മാത്രം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? രാധികയുടെ കണ്ണുകൾ വന്ന് നനഞ്ഞു. സാന്ദ്രയോട് പ്രത്യേക ഒരു ഇഷ്ടമായിരുന്നു. വസുവിനോളം വരുണിനോളം സ്നേഹമുണ്ടായിരുന്നു അവളോട്. സണിയുടെ കുഞ്ഞാനുജത്തിയാണെന്ന പരിഗണനയും വാത്സല്യവുമായിരുന്നു ഏറെ. അതാണ് ഒടുക്കം അങ്ങനെ ഒരു സ്നേഹത്തിൽ പരിണമിച്ചത്. അതുകൊണ്ടാണ് തെരേസ സാന്ദ്രയെ വസുവിനെ ആലോചിച്ചപ്പോൾ അതിൽ യാതൊരുവിധ കുറ്റങ്ങളും എതിർപ്പുകളും തോന്നാഞ്ഞതും കാണാതെ പോയതും. ഇടയിൽ ചന്ദന ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും. സാന്ദ്ര മരിച്ചുപോയെന്നത് ആദ്യം ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. പിന്നീട് അതുമായി പൊരുത്തപ്പെട്ടു വന്നു. അത്രയേ ഉള്ളൂ ഓരോ മനുഷ്യന്റെ അവസ്ഥകൾ. മറവി അനുഗ്രഹമായി തീരുന്ന അപ്പോഴൊക്കെയാണ്. അല്ലെങ്കിൽ എക്കാലം ഓരോ ഓർമ്മകളിൽ ഉരുകിയുരുകി അങ്ങനെ. രാധിക ഓർക്കുകയുണ്ടായി.
വസു മുറിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു. പുറകെയായി രാധിക ഇറങ്ങി കതക് ചാരി വെച്ചു. വസുവിന് ഏറെ ഇഷ്ടമുള്ള മാമ്പഴ നിറത്തിലുള്ള പട്ടുസാരിയായിരുന്നു ചന്ദനയുടെ വേഷം. മുത്തുകളും കല്ലുകളും ഇല്ല. കടും പച്ച നിറത്തിലുള്ള ബ്ലൗസും ബോർഡറുമാണതിന്. മിതമായ ആഭരണങ്ങളാലും മേക്കപ്പിനാലും ചന്ദന വളരെ സുന്ദരിയായിരുന്നു. ദേവീ സന്നിധിയിൽ അവൾ ഒരു ദേവിയെ പോലെ വിളങ്ങി നിന്നു. വസുവിന്റെ താലി കഴുത്തിലേറുമ്പോൾ പ്രാർത്ഥനയോടെ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിന്നു ചന്ദന. കൺപീലിക്കിടയിൽ നിന്നുതിർന്ന ഒരു ആനന്ദാശ്രു ആ അല്ലത്താലിയെ പുണർന്നു. ചൊടികളിൽ വിടർന്ന പുഞ്ചിരിയോടെ വസൂരിനുള്ള കുങ്കുമത്താൽ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. സണ്ണിയും ശരണും മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു. ചിഞ്ചുവിന്റെ അഭാവം എല്ലാവരെയും ചെറിയ തോതിൽ വിഷമിപ്പിച്ചിരുന്നു. ശരണാമാംഗല്യ ദൃശ്യങ്ങൾ വളരെ ഭംഗിയായി ഫോട്ടോസായും വീഡിയോസായും ഫോണിൽ പകർത്തിയെടുത്ത് ചിഞ്ചുവിനെ ഷെയർ ചെയ്തു. പാർവതിയുടെ നെഞ്ചിൽ ചേർന്ന് കരയുന്ന ചന്ദനയെ ശരൺ മൂക്കത്തി വിരൽ വെച്ച് കളിയാക്കി. അതോടെ കണ്ണീര് മാഞ്ഞ് ചെറുചിരിയോടെ ചന്ദന വസുവിനൊപ്പം കാറിൽ കയറി. രാത്രി അത്താഴ സമയമാണ്. ആ വീട്ടിൽ വലുതായി അപരിചിതത്വമെന്ന് തോന്നിയില്ലെങ്കിലും ചന്ദനയ്ക്ക് നന്നായിട്ട് പരിഭ്രമം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ചന്ദനയിരിക്കും, എന്താ മാറിയിരിക്കുന്നത്? രാധിക ഒഴിച്ച് മറ്റെല്ലാവരും ഇരുന്നിട്ടും ഓരോരുത്തരായി മടിച്ചു നിൽക്കുന്ന ചന്ദനയെ രാധിക വസുവിനരികളുടെ കസേരയിലേക്ക് പിടിച്ചിരുത്തി. ഞങ്ങളും അതാ പറഞ്ഞുകൊണ്ടിരുന്നു. എത്ര നേരമായിരുന്നോ വസു വിളിക്കാൻ തുടങ്ങിയിട്ട്? അമ്മ വരട്ടെ, അമ്മ ഇരിക്കട്ടെ എന്നാ പറയുന്നത്. എന്റെ ചന്ദനക്കുട്ടി, ഇവിടെ അന്തർജനെന്നോ പുരുഷജനെന്നോ ഇല്ല കേട്ടോ. അതൊക്കെ അങ്ങ് തിലകരാമയുടെ അഗ്രഹാരത്തില്. ഇവിടെ എല്ലാവരും തുല്യരാ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്നിരുന്ന് കഴിക്കാം. വിശപ്പുണ്ടായാൽ മാത്രം മതി. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ചിട്ടകളും വട്ടകളൊന്നുമില്ല, ശരൺ പറഞ്ഞു. വസു പതിഞ്ഞ് ചിരിക്കുന്നുണ്ട്. ആ കുട്ടി വന്ന് കയറിയതേ ഉള്ളൂ, അപ്പോഴേക്കും അവനങ്ങ് തുടങ്ങി. ശരണിന്റെ തോളിൽ രാധിക ചെറുതായിട്ടൊന്ന് അടിച്ചു. അല്ലാണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. ഇനി ചന്ദന ഈ വീട്ടുകാരിയല്ലേ, അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളും രീതികളൊക്കെ അറിഞ്ഞിരിക്കും നല്ലതല്ലേ. വസു ഒന്നും പറഞ്ഞു കൊടുത്തില്ലെന്ന് കരുതി നമുക്കത് പറ്റുമോ? പറഞ്ഞു വന്ന അവസാനം ശരൺ വസുവിനിട്ടൊന്ന് താങ്ങി. സണ്ണിയും വരണം ചിരിക്കുന്നുണ്ട്. അത് കേട്ട് ചന്ദന ഇരിക്കാൻ നല്ല തോതിലൊരു മറുപടി ശരണിന് നൽകാൻ വയ്യാത്ത കാരണം കടുപ്പിച്ചൊരു നോട്ടത്തിലൊതുക്കി വസു. ശരൺ ഒരാഴ്ചയോളം കാണും നാട്ടിൽ. സണ്ണിക്ക് നാളെ രാവിലെ തന്നെ മടങ്ങണം. അത്താഴം കഴിഞ്ഞ് എല്ലാവരും പുറത്ത് നീളം വരാന്തയിലിരുന്നു. ആ രാത്രിയിൽ ആർക്കും ഉറക്കമില്ലെന്ന് തോന്നി. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും സന്തോഷത്തോടെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം. ശരണും വസുവും ചന്ദനയും ചിഞ്ചുവിനെ ഒരുപോലെ മിസ് ചെയ്തു. ചിഞ്ചുവിനെ ഓർക്കാൻ പോലും താൻ അർഹനല്ലെന്ന് സണ്ണി മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. എങ്കിലും ചില നേരത്തെ വാശിയോടെ ഓർമ്മകൾ ശിരസ് വെക്കും. അതിങ്ങനെ ഉണർന്നുദിച്ച് നിൽക്കും. അപ്പോഴൊക്കെ വേദനയോടെ എന്നേക്കുമായി ഹൃദയത്തിന് അടിത്തട്ടിൽ ഒതുക്കി വെക്കും. മനസ്സിൽ വിദ്വേഷമൊന്നും സൂക്ഷിക്കാതെ ചിഞ്ചു തന്നോട് കോണ്ടാക്റ്റ് ഉള്ളത് തന്നെ വലിയ കാര്യമാണെന്ന് എപ്പോഴും ആശ്വസിക്കും സണ്ണി. വല്ലപ്പോഴും ഓരോ മെസ്സേജസ്, സുഖവിവരാന്വേഷണം, അല്ലെങ്കിൽ തന്റെ പ്രൊഫഷനെ കുറിച്ച് എന്തെങ്കിലും തിരക്കും. അതവൾ മറക്കാറില്ല, മുടക്കാറുമില്ല. അവസാനമായി മെസ്സേജ് ചെയ്ത് അവാർഡ് വിവരം അറിഞ്ഞപ്പോഴാണ് ആദ്യം തന്നെ ആശംസകളും പിന്നീട് അതേക്കുറിച്ച് 1-2 ചോദ്യങ്ങളും. സണ്ണി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ചിഞ്ചുവിന്റെ കോണ്ടാക്ട്സിൽ കയറി. ലൈനിലുണ്ടെന്ന് ഓർക്കവേ തന്നെ അടുത്തുനിന്ന് ഹായ് എൽസമോ എന്ന ശരണിന്റെ അഭിസംബോധന കേട്ടു. ശരൺ വീഡിയോ കോൾ ചെയ്താണ് ചിഞ്ചുവിന്. സണ്ണി ഒരു നിശ്വാസത്തോടെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട് ശരണിന്റെ ഫോൺ സ്ക്രീനിലേക്ക് നോട്ടം വായിച്ചു. അന്ന് അമ്മച്ചിയുടെ മരണത്തിൽ കണ്ടതിൽ പിന്നെ കണ്ടിരുന്നില്ല. സണ്ണി ഒന്നുകൂടെ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.